ഹലോ ഫ്രണ്ട്സ്, വാണ്ടർല സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സത്യമംഗലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. രാവിലെ 5:30 ആയപ്പോൾ എത്തിയതാണ്. 6 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറക്കത്തുള്ളൂ. സോ കട്ട പോസ്റ്റാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര PG പാളയം എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ് കേട്ടോ. അവിടെ ഒരു സഫാരി എടുക്കാൻ പോവുകയാണ്. 6 മണി ആയപ്പോഴത്തേന് ചെക്ക് പോസ്റ്റ് തുറന്നേ. നോക്കിയേ, കാടിൻ്റെ ഒരു ഭംഗിയുണ്ട്. നല്ല പച്ചപ്പിലാണ് കേട്ടോ കാടുള്ളത്. വീരപ്പൻ്റെ സ്വന്തം കാട്. വീരപ്പൻ എത്ര നാൾ ഇതിൻ്റെ അകത്തോട് ആർമാദിച്ച് നടന്നതാണല്ലേ. ഈ കാടിൻ്റെ ഭംഗി ഇങ്ങനല്ല കേട്ടോ കാണേണ്ടത്. ഏകദേശം 27ഓളം ഹെയർ പിൻ വളവുകൾ വളഞ്ഞ് കാണും കേട്ടോ നമ്മൾ ഈ റോഡിലൂടെ മുകളിലേക്ക് പോകാനായിട്ട്. അങ്ങനെ കയറി വരുമ്പോഴത്തേനും നമുക്ക് താഴത്തെ കാടിൻ്റെ ഭംഗി എത്രമാത്രമാണെന്ന് കാണാൻ പറ്റുമേ. അതിരാവിലെ തന്നെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് കയറിയെങ്കിലും നമുക്ക് മുമ്പിൽ ഒരുപാട് വാഹനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആനിമൽ സൈറ്റിംഗ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. പക്ഷേ ഈ ഒരു കാഴ്ച ഭംഗി നോക്കിയേ. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. മലനിരകളുടെ താഴ്വാരത്തിലായിട്ട് കണ്ണെത്താ ദൂരത്തോളം പറന്ന് കിടക്കുന്ന സത്യമംഗലം കാടാണ് കേട്ടോ ഈ കാണുന്നത്. എന്ത് രസമല്ലേ. ഈ ഒരു റൂട്ട് നേരെ മൈസൂർക്കാണ്. പക്ഷേ നമുക്ക് മൈസൂർക്കല്ല പോകേണ്ടുന്നത്. ഇടയ്ക്ക് നിന്നും ഡീവിയേറ്റ് ചെയ്ത് കുളിയിൽ എന്ന് പറയുന്ന റൂട്ടിലേക്ക് ഏകദേശം 85 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാനുണ്ട്. റോഡ് സൈഡിലൊക്കെ സൈറ്റിങ്സ് കിട്ടേണ്ടതാണ്, പക്ഷേ അധികം ഒന്നും കാണാനില്ല കേട്ടോ. പക്ഷേ കാട് നല്ല പച്ചപ്പിലാണ്, കാണാൻ അടിപൊളിയാണ്. മൈസൂർ റൂട്ടിൽ നിന്നും കൊളീഹിൽ റൂട്ടിലേക്ക് തിരിഞ്ഞപ്പോഴേ കണ്ട കാഴ്ചയാണ്. റോഡിൽ നിറച്ചും ആനപ്പിണ്ടമാണ് കേട്ടോ. ഇതൊരു ചെറിയ റോഡാണ്, ഫ്രഷ് ആനപ്പിണ്ടമാണ് കേട്ടോ കിടക്കുന്നത്. തൊട്ടു മുമ്പിൽ ആന പോയിട്ടുണ്ട്. നമ്മൾ നോക്കാവേ ഫ്രണ്ടിലേക്കാണോ പോയേക്കുന്നതെന്നുള്ളത്. നമ്മുടെ കുട്ടി ആന കേട്ടോ, കുട്ടിയുള്ള കുടുംബമാണ് പോയേക്കുന്നത്. ഇതിപ്പോൾ പോയാട്ടോ, ഇപ്പോൾ പോയത് പത പോലും പോയിട്ടില്ല. ഇപ്പോൾ പോയേക്കുന്ന കേട്ടോ, മൂത്രത്തിൻ്റെ പത പോലും പോയിട്ടില്ല ആനയുടെ. ഇതുണ്ടോ, അങ്ങനെ നമ്മളിതാ ഏറെ ദൂരം സഞ്ചരിച്ച് PG പാളയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള ജിപ്സികളാണ് ഈ കിടക്കുന്നത്. JLRൻ്റെ ജിപ്സികളാണ്. അങ്ങനെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലൈറ്റ് വീണ് തുടങ്ങുന്നതേ ഉള്ളൂ. 6 മണിക്ക് നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് 6 മണിയായപ്പോൾ ഡ്രൈവർ വന്നു കേട്ടോ. നമ്മളൊരു 5:45 ആയപ്പോഴത്തേന് എത്തിയാണ്. നമ്മൾ 3 പേരേ ഉള്ളൂ സഫാരിക്കായിട്ട്. അപ്പോൾ നമ്മൾ പോവുകയാണേ. ഫസ്റ്റ് ടൈം പോകുന്ന കാടാണ്. ഏതാണ് എങ്ങനെയാണ് എന്നൊന്നും അറിയത്തില്ല. കർണാടകയിലെ കാടുകളെക്കുറിച്ച് നമുക്ക് ഏകദേശം ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ കൂടി എങ്ങനെയാകും എന്നറിയത്തില്ല. അത്യാവശ്യം സൈറ്റിങ് കിട്ടുന്ന ഏരിയ കേട്ടോ. ടൈഗർ റിസർവാണ്. ചിലപ്പം സൈറ്റിങ്സ് ഉണ്ടാകും, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. പെർ ഹെഡ് 400 രൂപയാണ് ഈ ഒരു സഫാരിയുടെ ചാർജ് വരുന്നത്. പക്ഷേ മിനിമം 6 പേരുണ്ടായിരിക്കണം. അതല്ല എങ്കിൽ 2500 രൂപ അടച്ച് വേണം നമ്മൾ ജിപ്സി എടുക്കാനായിട്ട്. അപ്പോൾ അതാ വില്ലേജസിലൂടെയാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് ദൂരം റോഡിൽ കൂടെ ഓടിയിട്ടാണ് കേട്ടോ നേരെ കാടിനുള്ളിലേക്ക് കയറുന്നത്. 1.5 മണിക്കൂറാണ് ഈ ഒരു സഫാരി വരുന്നത്. റോഡിലൂടെ ഓടുന്ന സമയം കൂടി അവർ കാടിനുള്ളിൽ തരാറുണ്ട്. നേരം വെളുത്ത് സൂര്യൻ ഇങ്ങനെ തലപൊക്കി നോക്കുന്നതേ ഉള്ളൂ. ദൂരെ കാണുന്ന ആ മലകളില്ലേ, അതൊക്കെ കാടുകളാണ് കേട്ടോ. നമ്മൾ ആ കാട്ടിൽ കൂടെയാണ് ഇന്ന് സഫാരി ചെയ്യാൻ പോകുന്നത്. കാടും നാടും ഒക്കെ ഒരുമിച്ച് തന്നെ. ഇന്നലെ ഇവിടെ നല്ല രീതിയിൽ മഴ കിട്ടിയിട്ടുണ്ട്. പുല്ലൊക്കെ നനഞ്ഞ് നിൽക്കുകയാണ്. ഇത് നല്ല അടിപൊളി ഒരു കാർഷിക ഗ്രാമമാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. എന്താണേലും നമ്മൾ ഗ്രാമമൊക്കെ വിട്ട് ആ പതിയെ കാടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് കാഴ്ചകൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ ഗ്രാമം വിട്ട് നമ്മൾ നേരെ കാടിനുള്ളിലേക്ക് കയറിയപ്പം ദാണ്ടെ സൂര്യൻ മലമുകളിലെത്തിയിട്ടുണ്ട്. അമ്പോ നോക്കിയേ, എന്ത് രസമുള്ളൊരു കാഴ്ചയാണെന്ന്. ആഹാ, കാട് കാണാൻ നല്ല രസമുണ്ട്. ഇടതൂർന്ന മരങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ ഉള്ള മരങ്ങൾക്ക് അധികം പൊക്കവും കേട്ടോ. പക്ഷേ കാട് കാണാൻ പ്രത്യേക ഒരു രസമാണ്. 2 കാട്ടുകോഴികൾ പോകുന്നതാണ്. നമ്മുടെ നാട്ടിലെ കോഴികളുടെ വലുപ്പം ഉണ്ടല്ലേ. സാധാരണ നമ്മുടെ കാട്ടിലെ കാട്ടുകോഴികൾക്ക് അധികം വലിപ്പം വെക്കാറില്ല.
ഇത് 2 പെടക്കോഴികളാണ്. കണ്ടാൽ കറക്റ്റ് നാടൻ കോഴിയെ പോലെ തന്നെ ഇല്ല. ദാണ്ടെ വീണ്ടും ഒരു കാട്ടുകോഴി. നല്ല രസമുണ്ട് കേട്ടോ ഇവനെ കാണാനായിട്ട്. ഓടുകയാണ്. പുള്ളി ഒറ്റയ്ക്കല്ല കേട്ടോ, കൂട്ടത്തിലിതാ വേറെ ആൾക്കാരുണ്ട്. 3 പൂവന്മാരും ഒരു പെടയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവരെ കാണാനായിട്ട്. പക്ഷേ അധികം നേരം കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ചെറിയൊരു അനക്കം കേട്ടോ ഇതാ ഇതുപോലെ ഓടി നേരെ കാട്ടിനുള്ളിൽ കയറുവേ. വഴി തടഞ്ഞൊരാശാനിരിക്കുന്നതുണ്ടോ. സെർപ്പൻറ്റികളാണ്. സാധാരണ കാട്ടിൽ കാണുന്ന ചെറിയ പാമ്പുകളെയും അതുപോലെ തന്നെ പല്ലികളെയൊക്കെയാണ് ഇവർ ഭക്ഷണമാക്കുന്നത്. എന്തോ വരെയുണ്ടേ കണ്ടോ, കഴിക്കുകയാണ് ആശാൻ. വളരെ ദൂരത്തു നിന്നുമാണ് കാണുന്നത്. പുള്ളിയെ റോഡിൽ കണ്ടുടനെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വണ്ടി ഓഫാക്കി തന്നു. അതുകൊണ്ട് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടിരുന്ന് കാണുവാണ്. നോക്കിയേ, വളരെ കാര്യമായിട്ട് ഇരയെടുക്കുകയാണ് ആൾ. പുള്ളി നിലത്തു നിന്നൊന്ന് പറന്നു പോകുന്നത് കാണാൻ വേണ്ടി കുറേയധികം സമയം ക്യാമറ ഓണാക്കി കാത്തിരുന്നേ. പക്ഷേ ക്യാമറ ഓഫാക്കിയ സമയം നോക്കിയിട്ട് ആൾ പറന്ന് നേരെ മരത്തിൻ്റെ മുകളിൽ കയറി. അതൊക്കെ കണ്ണിൻ്റെ കളറ് കണ്ടോ ആളുടെ, പുളി നല്ല വലുപ്പമുണ്ടല്ലേ. കാടിനൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. നമുക്കൊരുപാട് ഓപ്പൺ പ്ലേസും അതുപോലെ തന്നെ വാട്ടർ ബോഡീസും ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റി. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, ഇവിടെ സഫാരി തുടങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആനിമൽസിനൊക്കെ വണ്ടികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ പരിചിതമായി വരുന്നതേ ഉള്ളൂ. വണ്ടികളുടെ സൗണ്ട് ദൂരെ നിന്ന് കേൾക്കുമ്പോഴേ ഇതുങ്ങളെല്ലാം കാട്ടിൽ കയറി വിളിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സൈറ്റിങ്സ് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നുണ്ടേ. ഇത് കണ്ടോ, നല്ലൊരു വാട്ടർ ബോഡി. അത്യാവശ്യം വേനലൊക്കെ ഉള്ള സമയത്താണ് ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് സൈറ്റിങ്സ് കിട്ടാൻ സാധ്യതയുള്ള ഏരിയയാണ് കേട്ടോ. നമ്മളിപ്പം മഴയൊക്കെ പെയ്ത് പച്ചപ്പായ ശേഷമാണ് എത്തിയിരിക്കുന്നത്. ഈയിടെ തങ്കക്കുടങ്ങളെ തക്കുടുമുണ്ടങ്ങളെ നിങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നോ? നോക്കി 2 കുറ്റികൾ രാവിലത്തെ ആ ഗോൾഡൻ ലൈറ്റിലിരുന്ന് വെയിൽ കായുവാണ്. വണ്ടിയുടെ ശബ്ദം കേട്ടോടിയ മാൻകൂട്ടങ്ങളാണ് ഞാൻ നിൽക്കുന്നത്. എന്തേരം ഉണ്ടെന്ന് നോക്കി. ആ ഏരിയ നിറച്ച് മാനുകളാണ്. ഏകദേശം ഒരു 500 എണ്ണമെങ്കിലും കാണും കേട്ടോ. തള്ളിയതല്ല, അത്രയും തന്നെ കാണും. അതുപോലെ മാനുകളുണ്ടായിരുന്നു. ഈ ഒരു വണ്ടിയുടെ ശബ്ദമൊന്നും ഇവർക്കത്ര പരിചിതമല്ല. അതുകൊണ്ടാണ് കേട്ടോ ദൂരെ നിന്ന് ശബ്ദം കേൾക്കുമ്പോഴേ ഇവർ ഓടുന്നത്. മഴക്കാറ് കാണുമ്പോൾ മയിൽ പീലി വിടർത്തി ആടുമെന്ന് പണ്ടൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ മഴക്കാറൊന്നുമില്ല കേട്ടോ. തൻ്റെ ഇണയെ കണ്ടുപിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് പുള്ളി. വട്ടം കറങ്ങി നിന്നൊക്കെയാണ് കേട്ടോ ഡാൻസ് കളിക്കുന്നത്. പക്ഷെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ആളും 90 കിഡാണെന്ന് തോന്നുന്നു. സാധാരണ 90 കിഡ്സിനാണല്ലോ ഇപ്പോൾ പെണ്ണില്ലാത്തത്. അടിപൊളി, നോക്കി എന്ത് രസമാണെന്ന്. അടുത്തെങ്ങും വേറെ പെൺമയിലിനെ കാണാനൊന്നുമില്ല. പക്ഷേ ദൂരെ നിന്നും കരച്ചിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്താണേലും പുള്ളി തൻ്റെ ശ്രമം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുവാണ്. 4 ചുറ്റുപാട് നോക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നതെന്ന്. നോക്കി എന്ത് രസമല്ലേ കാണാനായിട്ട്, അടിപൊളി. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെയുള്ള മരങ്ങൾക്കൊക്കെ ഹൈറ്റ് കുറവാണെന്ന്. അതുപോലെ തന്നെ ഒരുപാട് കുറ്റിച്ചെടികളുമുണ്ട്. മ്ലാവും മാനും ഒക്കെ പെട്ടെന്ന് ഈ കുറ്റിച്ചെടികൾക്കുള്ളിലേക്ക് പോകും കേട്ടോ. ഈ കുറ്റിച്ചെടികൾക്ക് അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. ഒരാനയെ മറച്ച് നിർത്താനുള്ള വലുപ്പമൊക്കെ ഈ കുറ്റിച്ചെടികൾക്കുമുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം എന്താ ഇപ്പം കാണിച്ചു തരാവേ. കണ്ടോ, ഒരാന കയറി പോയത് കണ്ടോ. ഈ ഒരു കുറ്റിക്കാട് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അവനെ കാണാൻ പറ്റിയേനെ. യൂറേഷ്യൻ ഹുപ്പൂപ്പ് ഇവർ ഈ കാട്ടിൽ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ഈ കാട്ടിൽ ട്രാവൽ തുടങ്ങിയ സമയം മുതൽ പല സ്ഥലങ്ങളായിട്ട് ഇവരെ കൂട്ടമായിട്ടും ഒറ്റയ്ക്കായിട്ടും ഒക്കെ കണ്ടു കേട്ടോ. ഇവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വേണമെന്നുള്ളവർ നേരെ ഇങ്ങോട്ടേക്ക് പോരെ. ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഇവരെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവർ പറക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്.
ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നില്ലേ ഇവിടെ ഒരു വലിയ കാർഷിക ഗ്രാമമാണെന്ന്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കേട്ടോ കാണുന്നത്. ചുറ്റോട് ചുറ്റും കാണുന്ന മലകളൊക്കെയും ഫോറസ്റ്റ് തന്നെയാണ്. MM ഹിൽസിൻ്റെ ഭാഗമാണ്. ഏകദേശം 900 സ്ക്വയർ കിലോമീറ്ററിനടുത്താണ് ഈ MM ഹിൽസിൻ്റെ വിസ്തൃതി വരുന്നത്. PG പാളയ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സഫാരി. ബീറ്ററാണ് ഇരിക്കുന്നത്. നമ്മൾ വെയിലത്തത്ത എന്നൊക്കെ പറയുന്ന കിളിയില്ലേ, അത് തന്നെ. നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്നൊരു കിളിയാണ് കേട്ടോ. ഇതുണ്ടോ ഒരു മയിൽ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്. നല്ല നീളമുള്ള പീലുകളാണ് കേട്ടോ മയിലിന്. ഓ നല്ല ഭംഗിയല്ലേ. ഒരു പറക്കാൻ ചാൻസ് കാണുന്നുണ്ട്. ആൾ പതിയെ പതിയെ കൊമ്പുകളിലേക്ക് കയറി പോവാണ്. അയ്യോ ഒടിഞ്ഞിപ്പോൾ താഴെ പോയിന്, പറന്നുപോയി. വീണ്ടും ഇതാ ഒരു സെർപ്പൻ്റ് ഈകളെ. അയ്യേ നല്ല സൈസുണ്ട്. നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ നല്ല സൈസുള്ള ഒരാളാണ് കേട്ടോ. കാട്ടുപോത്ത് നിൽക്കുന്നുണ്ടോ, ഇന്ത്യൻ വൈൽഡ് ഗവർ. കാട്ടി എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ നമുക്ക് കാട്ടുപോത്തെന്ന് തന്നെ വിളിക്കാം. തൊട്ടടുത്തൊരു മാനം നിൽപ്പുണ്ട് കേട്ടോ. പുള്ളിക്ക് താഴത്തെ പുല്ലൊന്നും വേണ്ട, മരത്തിൻ്റെ ഇല മതിയേ. നോക്കി എപ്പോഴും ഇവരെ കൂട്ടമായിട്ടാണ് കേട്ടോ കാണപ്പെടാറുള്ളത്. ചില സമയങ്ങളിൽ ഒറ്റയന്മാരെയും കാണാറുണ്ട്. അവർ പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ കൂട്ടത്തിലേക്ക് വന്ന് ചേരാറുണ്ട്. ഇവിടെ നമുക്കിതാ ഒരു കൂട്ടത്തിനെയാണ് കാണുന്നത്. എല്ലാവരും ഓരോ കുറ്റിക്കാടുകൾക്കിടയിൽ അങ്ങനെ നിൽക്കുകയാണ്. ചിന്നിച്ചിതറിയാണ് നിൽക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എന്താണെങ്കിലും നമുക്ക് അവരെ നേരിട്ട് കാണാൻ പറ്റുന്നുള്ളൂ, പക്ഷേ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സഫാരി പോയിന്റിൽ നമുക്ക് സ്റ്റേ ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ അല്ല. വളരെ റൂറലായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. സഫാരി പോയിന്റിൽ നിന്ന് നമ്മൾ ഹൊള്ളി ഹിൽ റൂട്ടിലേക്ക് തന്നെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏകദേശം 10 കിലോമീറ്റർ കഴിഞ്ഞാൽ അന്നൂർ എന്ന് പറയുന്ന ഒരു ചെറിയ സിറ്റി എത്തും. അവിടെ നമുക്ക് സ്റ്റേ ഫെസിലിറ്റീസും ഫുഡും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഫുഡൊക്കെ പരിമിതമാണ്. പിന്നെ നമ്മൾ തിരിച്ച് മൈസൂർ റൂട്ട് തന്നെ പോവുകയാണെങ്കിലും 10 കിലോമീറ്റർ കഴിയുമ്പോഴത്തേന് ടിബറ്റൻ കോളനി ഉണ്ട്. അവിടെയും നമുക്ക് സ്റ്റേ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. പക്ഷേ മുൻകൂട്ടി വിളിച്ച് നമ്മൾ ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിലവിലിവിടെ ഓൺലൈൻ ബുക്കിങ്ങുകളൊന്നും അവൈലബിളായി തുടങ്ങിയിട്ടില്ല. ഇവിടുത്തെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നത്. നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. രാവിലെ 6 മണിക്കൊരു സഫാരിയും 7 മണിക്കൊരു സഫാരിയും ആയിരിക്കും ഉണ്ടായിരിക്കുക. വൈകുന്നേരം 3 മണിക്കൊരു സഫാരിയും 4:30-ക്കൊരു സഫാരിയും ആയിരിക്കും ഉണ്ടായിരിക്കുക. ആകെ ഈ 4 സഫാരികളെ ഒരു ദിവസം ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പം 2 വണ്ടികൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. നേരത്തെ ബുക്ക് ചെയ്യാതെ വന്നാൽ സഫാരി കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും, ആളുകൾ കൂടുതലുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വരുമ്പോൾ നിങ്ങൾ ക്യാഷായിട്ട് കയ്യിൽ കരുതുക. GPayയോ അതുപോലെ തന്നെ കാർഡ് പേയ്മെൻറ്റോ ഒന്നും ഇവിടെ അവൈലബിൾ ആയിരിക്കത്തില്ല. സോ ക്യാഷായിട്ട് തന്നെ കൊണ്ടുവരിക. ഉച്ച കഴിഞ്ഞത്തെ സഫാരിക്കാണ് നമുക്ക് കൂടുതലും ആനിമൽ സൈറ്റിങ്സ് കിട്ടിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ സഫാരിക്ക് കൂടുതലും ബേഡ്സ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ വരുന്ന സമയം പോലെയൊക്കെ ഇരിക്കും സൈറ്റിങ്സ് എന്നുള്ളത്. ഇവിടെ കടുവയും കരടിയൊക്കെ സൈറ്റിങ്സ് കിട്ടിയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. നമുക്ക് ഉച്ച കഴിഞ്ഞ് ആനയും കാട്ടുപോത്തിനെയും പ്ലാവിനെയൊക്കെയാണ് കാണാൻ സാധിച്ചത്. കണ്ടതിനെ എല്ലാം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പകർത്തിയെടുക്കാനോട്ട് കഴിഞ്ഞതുമില്ല കേട്ടോ. ദാണ്ട് ഒരു പന്നിക്കുട്ടനും ഫാമിലിയും കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നേ. പക്ഷേ വണ്ടി കണ്ടപ്പോഴത്തേന് അവരങ്ങ് ഓടിപ്പോയി കേട്ടോ. ഇവരിതാ പേടിയൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങ് നിന്നു. ഉച്ച കഴിഞ്ഞത്തെ സഫാരിക്ക് കുറേയധികം ആൾക്കാരുണ്ടായിരുന്നേ. ഇപ്പോൾ ജിപ്സി ഫില്ലാണ് ഈ ഒരു സഫാരിക്ക്. അപ്പം നമ്മുടെ സഫാരി 1 സൈഡ് കഴിഞ്ഞിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതാണ് കുറച്ച് സ്പീഡിലാണ് കേട്ടോ യാത്ര. നല്ല അടിപൊളി പണിയാണ് വഴിക്ക് വെച്ച് കിട്ടിയിരിക്കുന്നത്. ടയറ് പഞ്ചറായി. ആനയും കരടിയും കടുവയൊക്കെ ഉള്ള കാട്ടിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഡ്രൈവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. പെട്ടെന്ന് തന്നെ പുള്ളി ടയറൊക്കെ ഊരി പുതിയ ടയർ റീപ്ലേസ് ചെയ്തേ. പക്ഷേ സ്റ്റെപ്പിനെയും കുറച്ച് മോശമാണ്. ആ ടയറിൻ്റെ ഒരു കോല കണ്ടോ. ഇത് വെച്ച് വേണം നമ്മൾ റോഡ് വരെ ഓടിച്ചെല്ലാനായിട്ട്. എന്താണേലും വളരെ പെട്ടെന്ന് തന്നെ പുള്ളി കാര്യങ്ങളൊക്കെ സെറ്റാക്കി. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഉണ്ണിയും പുള്ളിയെ ഹെൽപ്പ് ചെയ്യാൻ കൂടി കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ ടയറൊക്കെ മാറി യാത്ര തുടരുവാണ്. നമുക്കധികം ദൂരം ഈ കാടിനുള്ളിൽ കൂടി ഇനി പോകാനില്ല. പെട്ടെന്ന് തന്നെ റോഡിലെത്തും.
ഇവിടെ കണ്ടതിൽ വാഹനം കണ്ടിട്ട് പേടിയില്ലാതെ അതല്ല എങ്കിൽ ഓടാതെ നിന്ന ഒരു മാൻകൂട്ടം ഇവരാണ് കേട്ടോ. ഇവർക്ക് അങ്ങനെ പേടിയൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. വണ്ടി കണ്ടിട്ടും അവിടെ നിന്ന് അങ്ങനെ പുല്ലൊക്കെ മേഞ്ഞ് നടക്കുവാണേ. ചിതൽപുറ്റിൻ്റെ ടോപ്പിൽ ഒരാൾ അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടോ. ഉടുമ്പിൻ്റെ കുഞ്ഞാണ് മോണിറ്റർ ലിസാർഡ്. വീണ്ടും കുറ്റിക്കാടുകൾക്കിടയിൽ നമുക്ക് മ്ലാവിനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നല്ല വിഷ്വലൊന്നും അല്ല കേട്ടോ. സോ അധികം നിർത്തുന്നില്ല. അങ്ങനെ പതിയെ ലൈറ്റൊക്കെ പോയി തുടങ്ങി. നമ്മൾ സഫാരിയൊക്കെ കഴിഞ്ഞ് പതിയെ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. നല്ലൊരു പ്ലേസാണ്. പക്ഷേ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ അധികം സൈറ്റിങ്സ് ഉണ്ടായില്ല. കാണാൻ കുറേ കാഴ്ചകളുണ്ടായിരുന്നു. അപ്പോൾ ദാ നേരെ നമ്മൾ തിരികെ പോവുകയാണ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുവാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഈസ് വാണ്ടർലസ് ടീം സൈനിങ് ഓഫ്.